ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഈ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിന്ന് കേക്കിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യമേ വന്നാന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. അവർ അവിടെ കരുവാര കൊണ്ട് ചിറകട ആയപ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞിനു, പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരണ്ട്, ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിന് കേട്ടോ. അപ്പം വന്നൊക്കെ എന്നെ ചോദിക്കണം, അതാണ് കേക്ക് ഉണ്ടാക്കിയെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് പിന്നെ അവൻ്റെ പേരൊക്കെ എഴുതിയിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. നല്ല വാനില കേക്കാണ്, നല്ല സോഫ്റ്റും ഉണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക്. എല്ലാം കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്. ആരെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്താലും അവന് ഫസ്റ്റ് കട്ട് ചെയ്യണം കേട്ടോ. നല്ല ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്യാനും ഇതിനൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കിയല്ലോ. അപ്പോൾ ഇതാ ഈ കറക്റ്റ് അളവുണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും കേക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ഒട്ടും ആവശ്യമില്ല. അത്രയും റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറഞ്ഞ ചിലവ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് ഞാൻ ഈ ഒരു കപ്പിനാണ്, ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. കേക്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ലേസിട്ട് കൊടുക്കുക, ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ ചോട ആയിട്ട് ബേക്കിംഗ് സോഡ അപ്പക്കാരുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. പിന്നെ ഒരു പിഞ്ചുപ്പും കൂടി ഇട്ടിട്ടുണ്ടല്ലോ. ഇത് 3 പ്രാവശ്യമായിട്ട് തരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഈ അളവ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ ക്ലാസ്സിനാണല്ലോ നമ്മൾ അളവെടുത്തിട്ടുള്ളത്. ആ ക്ലാസ്സിന് തന്നെ എല്ലാ പഞ്ചസാരയും എല്ലാ ക്ലാസ്സിൽ തന്നെയാണ്, കപ്പിലാണ് അളവെടുക്കുന്നത്. നിങ്ങൾക്ക് കപ്പോ ഗ്ലാസ്സോ ബൗളോ ഏതാണെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എടുക്കുന്നത് ഒരേ ഗ്ലാസ് തന്നെ ആയിരിക്കണം, അളവ് ഒരേ അളവ് തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ചെറിയ മക്കൾക്ക് വരെ കേക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അടിപൊളി സോഫ്റ്റും ടേസ്റ്റൊക്കെ ആണ്. ഈ അളവ് മനസ്സിലാക്കി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പാടെ കൂടിയിട്ടുണ്ടല്ലോ 3 പ്രാവശ്യമായിട്ട് തരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യമായിട്ട് എന്തായാലും തരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ തരിച്ചാണെങ്കിൽ പിന്നെ നല്ല ഇളക്കി മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 3 പ്രാവശ്യമായിട്ട് തരിച്ചെടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമുക്കിത് നമ്മൾ കുട്ടികളെ ബർത്ത്ഡേ അതേമാതിരി തന്നെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് തന്നെ കേക്ക് ഉണ്ടാക്കി എടുക്കാനല്ലേ ഉള്ളൂ. ഓവർ ഡിസൈനൊന്നും നല്ല കാര്യങ്ങളൊന്നും അത്രക്കില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റും സോഫ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് അളവ് മനസ്സിലാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. ഞാൻ 3 പ്രാവശ്യമായിട്ട് തരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തൊക്കെ ഉണ്ടല്ലോ 4 മുട്ടേനെ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ ഞാനിത് ബീറ്റർ വെച്ചിട്ടാണ് പതിപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ അതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്ത് എല്ലാ കാര്യങ്ങളും മിക്സാക്കി അടിച്ചെടുത്താൽ മതി കേട്ടോ. ബീറ്ററിൻ്റെ ആവശ്യമൊന്നും ബീറ്ററില്ലാത്തവരും ഉണ്ടാക്കിയെടുക്കാതൊക്കെ ഉണ്ട്. ബീറ്ററില്ലെങ്കിലും കേക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയും മതി. നമ്മൾ 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ആ ബെല്ലൈക്കണോട് അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ച് ഞാൻ ബീറ്റർ വെച്ചിട്ട് നല്ലൊന്ന് പതിപ്പിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇനി ഒഴിച്ച് കൊടുക്കുന്നത് വാനില എസൻസ് ആണ് കേട്ടോ. അത് നിർബന്ധമായിട്ടും വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുട്ടയല്ലേ യൂസ് ചെയ്യുന്നത്, ഭയങ്കര വാസനയും പച്ച ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വാനില എസൻസ് എന്തായാലും ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഫസ്റ്റ് തന്നെ കേക്ക് ഉണ്ടാക്കി എളുപ്പമുണ്ടല്ലോ, ഫസ്റ്റിൽ കേക്ക് ഉണ്ടാക്കിയപ്പോൾ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയതേനു കേട്ടോ. പിന്നെ അവന് ഏലക്ക പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിൻ്റെ വാസനയ്ക്ക് ഒട്ടും കുറവുണ്ടായില്ല കേട്ടോ മുട്ടൻ്റെ. അപ്പോൾ നമ്മൾ വാനില എസൻസ് എന്തായാലും ചേർക്കണം. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇങ്ങോട്ടുണ്ടല്ലോ നമുക്കത് നല്ലോണം ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം പതിപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇനി വേണ്ടത് എന്താ വെച്ചാൽ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പഞ്ചസാര ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിന് തന്നെ 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മൈദപ്പൊടി എടുത്ത ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് കേട്ടോ. അത് പൊടിച്ചാത്ത പഞ്ചസാര 3/4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ച് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ തരി നമ്മൾ നല്ല മെൽറ്റായി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് പൊടിച്ചാണ്ട് ചേർക്കണത് കേട്ടോ. നമ്മൾ ആ മൈദ എടുത്തിട്ടുണ്ടല്ലോ, മൈദ എടുത്ത ഗ്ലാസ് അതിന് ഒരു 3/4 ഗ്ലാസ് ഇട്ടാൽ പഞ്ചസാര കറക്റ്റ് മധുരം കറക്റ്റ് അളവായിരിക്കും. ഒട്ടും ഏറുമില്ല, കേക്കിനുള്ള അളവും കറക്റ്റ് അളവായിരിക്കും കേട്ടോ പഞ്ചസാര. അപ്പോൾ ഞാൻ പൊടിച്ചിട്ടാണ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മളെ പഞ്ചസാര കുറേശ്ശായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്ററിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നല്ല പതിപ്പിച്ചെടുക്കണം. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. പഞ്ചസാരയും മുട്ടയും വാനില എസൻസും ഒക്കെ 3 പാടിട്ടിട്ട് നല്ലോണം മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കുക. ബീറ്ററില്ലാത്തവർ എന്നിട്ട് നല്ല പതിപ്പിച്ചെടുത്താൽ മതി കേട്ടോ.
പിന്നെ അത് നമ്മൾ എടുക്കുന്നത് ആ ക്ലാസ് തന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആ ക്ലാസ്സിൽ തന്നെയാണ് അളവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൈദപ്പൊടി ഏത് ഗ്ലാസ്സിൽ ഏത് പാത്രത്തിൽ എടുക്കണോ അതിനനുസരിച്ചായിരിക്കും പിന്നെ കാര്യങ്ങൾ കേട്ടോ. പഞ്ചസാര ഗ്ലാസ് അതേമാതിരി തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഗ്ലാസ് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ സൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ട, കുറച്ചൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൈദപ്പൊടി ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ഒരു 3 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ബീറ്റർ വെച്ചിട്ട് പിന്നെ അതാക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനൊരു പാച്ചിൽ വെച്ചിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഉണ്ട് എന്തോ കടിച്ച് ഇതാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴാണല്ലോ അങ്ങനത്തെ എടുക്കുക. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ മോന് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അവരൊക്കെ കുട്ടികളൊന്നും ഇല്ലേ നമുക്ക് ഉണ്ടാക്കാൻ തോന്നൂലല്ലോ, അവർക്കല്ലേ കേക്കും അതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ മോൻ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതേനു കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ടും മൈദൻ്റെ മിക്സ് നമ്മൾ പിന്നെ ബേക്കിംഗ് പൗഡർ സോഡയൊക്കെ ഇട്ടതല്ലേ ഒക്കെ മിക്സ് ഉണ്ടല്ലോ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ നമ്മളൊരു ഗ്ലാസ്സിലൊരു ഭാഗം ഇളം പാലെടുത്ത് ചൂടുള്ള പാലെടുത്തിട്ട് അതിക്കൊരു ടീസ്പൂണിൻ്റെ ചോടായിട്ട് സുർക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് പിന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടൈറ്റിലാണെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ില്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടല്ലോ എത്രയും മതി. നമുക്കിതുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഉണ്ടല്ലോ പിന്നെ നമ്മൾ സുർക്ക് ഒഴിച്ചപ്പോൾ തന്നെ ഒന്ന് കട്ടായിട്ടുണ്ട്. സുർക്കോട്ട് ഇറണ്ട കേട്ടോ, നല്ല പുളിയായിരിക്കും പിന്നെ കേക്ക് ഉണ്ടാവുക. ഒരു ഭാഗം ഓവർ ചൂടാകേണ്ട പാൽ ഇളം ചൂടായിട്ട് ഒന്നും ചൂടായി വരുന്ന സമയത്ത് തന്നെ ഒരു ടീസ്പൂണോ 3/4 ടീസ്പൂണോ സുർക്ക് ഒഴിച്ച് കൊടുത്താണ്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് പാലിൽ പിന്നെ നമ്മളെ മുട്ടൻ്റെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ കേക്കിൻ്റെ പാത്രമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു പാത്രത്തൊക്കെ വെച്ചിന്. അപ്പോൾ ലീക്കായ എന്തോ അറിയില്ല, ലീക്കായപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഉണ്ടോ ഈ പാത്രത്തിൻ്റെ അടിയിൽ എന്തോ ഓട്ടം എന്തോ സംഭവിച്ചതാണ്. അതിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിന്നത്. പറ്റ കേടായിട്ടുണ്ട് കേട്ടോ, ഒന്നിനും പറ്റില്ല ഇനി. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്കാണ് ഇത് ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ കേക്കിൻ്റെ തന്നെ. അപ്പോൾ അതേ നമ്മളുണ്ടല്ലോ ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂറൊക്കെ വരെ വെക്കേണ്ടി വരും കേട്ടോ. ഗ്യാസിൻ്റെയും പിന്നെ നമ്മൾ അടിയിൽ വെച്ച പാത്രത്തിൻ്റെ ഒക്കെ കട്ടിക്കനുസരിച്ചായിരിക്കും. എന്തായാലും 1 മണിക്കൂറിൽ അത്ര ലെയറൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ നല്ല വാസനയും കാര്യങ്ങളും വരുമ്പോൾ അതേമാതിരിക്ക് ഒരു ഇർക്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി വെക്കുക കേട്ടോ. ഒട്ടും ഒട്ടിപ്പിടിക്കണം കാര്യങ്ങളും ഇല്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും. വെന്തിട്ടില്ല ലേസൊക്കെ വേവാനുള്ളെങ്കിൽ ഒരു കുറഞ്ഞ സമയം മാത്രം വെച്ച് കൊടുത്താൽ മതി. അതായത് ഗ്യാസ് കൂട്ടി വെക്കരുത് കേട്ടോ. അപ്പോൾ അത് നമ്മളെ കേക്ക് സെറ്റ് ചെയ്യാൻ പിന്നെ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കത് പാത്രത്തിൽ നിന്ന് വേറെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കേക്കിൽ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേമാതിരിക്ക് തന്നെ ഒരു പാക്ക് ഹോർലിക്സും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏലക്ക കുത്തിയിട്ട് കൊടുത്താലും മതി കേട്ടോ. പഞ്ചസാരയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ഹോർലിക്സ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വാനില കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളെ കേക്കൊക്കെ സെറ്റായി നല്ല സെറ്റായിട്ടുണ്ട്. അടിയിൽ മാത്രം ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്കിതുണ്ടല്ലോ കട്ട് ചെയ്തെടുക്കണം. ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് ഇത്രയായാലും ശരിയാവില്ല, കട്ട് ചെയ്തെടുക്കാനാണ് ഭയങ്കര പ്രയാസം, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിതിൻ്റെ അതിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ നല്ല ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി നല്ല കിട്ടും, നല്ല പിന്നെ സെറ്റായി കിട്ടും കേട്ടോ. വേറൊരു കാര്യം എന്താ പറയല്ലേ എന്ന് വെച്ചാൽ എൻ്റെ കൈ തട്ടിയിട്ട് ഞാൻ ഷുഗർ സിറപ്പും അതേമാതിരി തന്നെ ക്രീമും തേക്കണത് ഉള്ളിലൊക്കെ ക്രീം തേക്കണത് പിന്നെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഒട്ടും നോക്കുമ്പോൾ കാണില്ല കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് മാത്രം കാണില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ലെയറാക്കി എടുത്തിട്ട് ഒരു ലെയർ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. എല്ലായിടത്തേക്കും ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തേക്കും ഒഴിച്ച് കൊടുത്തിട്ട് ക്രീം വയ്ക്കുക. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പോ അങ്ങനെ കൃഷി ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല, ഷുഗർ സിറപ്പ് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ക്രീമും തേച്ച് കൊടുത്ത് ലെയറാക്കി വെച്ചിരിക്കുകയാണ് ചെയ്തീനായിട്ടോ.
അപ്പോൾ അതാ ഞാൻ ശരിക്കും ഡീറ്റെയിൽസ് ഒരു ഫുള്ള് ഒരു പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കറക്റ്റ് അളവോടുകൂടെ പിന്നെ ഇടുന്നുണ്ട് ഇനി കേക്ക് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി എല്ലാവരും കേക്ക് ഉണ്ടാക്കും. കുട്ടികളാണെങ്കിലും കോളേജ് കുട്ടികളൊക്കെ കേക്ക് ഉണ്ടാക്കണമല്ലോ, എല്ലാവരും ഉണ്ടാക്കുമല്ലോ, അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതെനിക്ക് കട്ട് ചെയ്തെടുക്കണതാണ് ഭയങ്കര പ്രയാസമില്ല കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഷുഗർ സിറപ്പൊക്കെ തേച്ച് നല്ല സോഫ്റ്റാക്കി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ വെല്ലം ഇങ്ങനെ വെച്ചെടുത്ത് സെറ്റാക്കി എടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, നല്ല ഫിനിഷിങ് ഒക്കെയാണ്, നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും ക്രീമൊക്കെ തേച്ച് മേലെ ഒരു വെറൈറ്റി ഡിസൈൻ ആക്കി കൊടുത്താണ് കേട്ടോ. ഡിസൈനൊന്നും നിങ്ങൾ കാര്യമൊക്കെ ഉണ്ട്, ഉള്ള നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മോന് വരുന്നതാണ്. ഒരു ഫൈഡർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിമോന് ഫൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനുണ്ടല്ലോ ആ ഫൈഡർമാൻ ഉണ്ടാക്കി തരാമെന്ന് കണ്ട് അങ്ങനെ വരച്ചാണ് കേട്ടോ. അവൻ്റെ പേരും കാര്യങ്ങളും ആദ്യം ഒക്കെ എഴുതിയാണ്ട് പേരൊക്കെ എഴുതിയാണ്ട് അങ്ങനെ വരച്ചതാണ്. എത്രത്തോളം ക്ലിയർ ആയിക്കണതാക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ. കേക്കൊക്കെ ഞാൻ എന്തായാലും അങ്ങനെ നല്ല സോഫ്റ്റ് നല്ല ഇതിൽ തന്നെ ഉണ്ടാക്കും. ഡിസൈനാണ് എനിക്ക് വരാൻ കഴിയാത്ത കേട്ടോ. നമ്മളൊട്ടും പഠിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ നോക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അവൻ്റെ ഉപ്പാക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക്. അപ്പോൾ മോൻ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യല് കേട്ടോ. അല്ലാതെ പുറത്ത് കൊടുക്കുക അങ്ങനത്തതൊന്നും ഡിസൈനൊന്നും ഞാൻ ശ്രദ്ധിക്കലില്ല. ഡിസൈനൊക്കെ മക്കളെ പോലെ വല ഡിസൈനും വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിമോന് കട്ട് ചെയ്യാൻ കൊടുത്താണ് കേട്ടോ. ഉണ്ടാക്കുക അപ്പം തുടങ്ങിയതാണ്. പിന്നെ കേക്ക് കട്ട് ചെയ്യുക, ഹാപ്പി ബർത്ത്ഡേയാണ് കേക്ക് കട്ട് ചെയ്യാറ് നടക്കില്ല കേട്ടോ. അങ്ങനെയൊക്കെ എടുക്കാതെ നിന്നതാണോ എന്തോ ആയത് സംഭവിച്ചത് അറിയില്ല കേട്ടോ. നമ്മൾ പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചാനും ഇതിനൊക്കെ പിന്നെ വീഡിയോ ഓണാക്കാൻ മറന്നൊന്നും അറിയില്ല കേട്ടോ. അവൻ പിന്നാലെ നടക്കുകയാണ് ഇങ്ങനെ പിന്നെ ഉണ്ടാക്കി ഇപ്പം തന്നെ കട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാണ്ട് കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ അവനെ കാണാതെ വെച്ചിരിക്കുന്നു. ഒരു ദിവസം അതിൽ വെക്കണമല്ലോ, അപ്പോഴാണ് ഒന്നൊരു ടേസ്റ്റ് ഉണ്ടാവുക. അവനാണെങ്കിൽ കേക്ക് ആയാൽ മതി കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേക്ക്, ഇങ്ങനെ കട്ട് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ്റെ സന്തോഷമല്ലേ, അതാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അളവ് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരു ഇതൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നല്ല സെറ്റ് ചെയ്യാണ്ട് നല്ല അടിപൊളി കേക്കിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാ അളവ്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ മുന്നേ കുറേ വീഡിയോസ് കേക്കിൻ്റെ പല ഐറ്റം കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. ആക്കാൻ ഡിലീറ്റാക്കി ഒഴിവാക്കിയതാണ്. ചാനലിന് കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനത്തെ പല ഐറ്റം കേക്കുകളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം ആദ്യമായിട്ടുള്ള കേക്കാണ്. അപ്പോൾ മോനുണ്ടല്ലോ, ആദ്യം മോനിങ്ങനെ കേക്ക് മുറിക്കുക, ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുള്ള് കൊടുത്തവന് കഴിക്കുക, അത്രയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ സന്തോഷം നോക്കിയതാണ്. അപ്പോൾ ഞാൻ പിന്നെ അവനിങ്ങനെ ഒപ്പം നടന്നപ്പോൾ എടുക്കാൻ വിട്ടതൊന്നും അറിയില്ല കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ മിസ്സായി പോയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവന് കഴിക്കണം കേട്ടോ കേക്ക്. മുഴുവൻ കൊടുത്താലും കഴിക്കും, വേറെല്ലാവർക്കും നോക്കുന്നു ഉണ്ടോ അതിലൊന്നും നോക്കുന്നു വേണ്ടിയിട്ട് അവന് ഫുള്ള് കിട്ടണം, അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവന് വരുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ. പിന്നെ അവൻ്റെ ഉപ്പാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക്. മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൾഫിലാണ്, ഇപ്പോൾ എല്ലാം വരുമ്പോൾ ഒക്കെ പിന്നെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊന്നും നോക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.